ഒരു മുൻപിലെ പുത്തൻ പ്രൊമോ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ചിന്നു ഊർമിളും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. ചിന്നുവിനെ കാണാൻ ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഊർമിള പോവുകയാണ്. ഇതിന് ശേഷം രൂപത്തിൽ വന്ന മാറ്റം ബാലചന്ദ്രൻ അകപ്പാടെ ഞെട്ടിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ അലീനയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. നിന്നോട് എങ്ങനെ ഇതിനൊക്കെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബബിതയും കൃഷ്ണമോളും വന്ന് അലീനയോട് പറയുന്നുണ്ട്, രോഹിയേട്ടനോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ രോഹിയേട്ടൻ ഇതുവരെ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ബാക്കി എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അലീന ചേച്ചിയുടെ അടുത്ത് പിണക്കൊക്കെ മാറി, പക്ഷെ ഞങ്ങളോട് മാത്രം സംസാരിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, നമുക്ക് രോഹിയുടെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൊണ്ട് നേരെ രോഹിയുടെ അടുത്ത് എത്തുന്നുണ്ട്. അങ്ങനെ രോഹിയെ കാണുമ്പോൾ കൃഷ്ണമ്മക്ക് ഭയങ്കര സങ്കടം കരച്ചിലൊക്കെ വന്ന് രോഹിയുടെ തോളിലിട്ട് ഇങ്ങനെ വിഷമിച്ച് കരയാണ്. അങ്ങനെ ബബിതയും കൃഷ്ണമോളും രോഹിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ അവരുടെ പിണക്കങ്ങളെല്ലാം മാറി അവരെല്ലാം ഒന്നാവുകയാണ്. ഇതൊക്കെ കണ്ട് ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുകയാണ്. പക്ഷേ അവിടെ സന്തോഷമില്ലാത്ത ഒരാളുണ്ട്, വൈജ. ഇനി വൈജ മാത്രമേ ഉള്ളൂ ഇവരുടെ കൂടെ ഒന്നിക്കാത്തത്. ബാക്കി എല്ലാവരും അലീനയായിട്ട് നല്ല അടുപ്പത്തിലാവുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.